ഹായ്. ഇന്ന് മോളൊരു പ്രോജക്റ്റും കൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മോൾക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത പ്രോജക്റ്റാണിത്. വളയും നൂലൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണ് മോള്. അപ്പോൾ അതൊന്നൊരു വീഡിയോ ആക്കി എടുത്താലോ എന്ന് തോന്നി. ഈ സ്കൂൾ പ്രോജക്റ്റ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു ഫലമുണ്ടോ എന്ന് ഞാനും ആലോചിച്ച് നോക്കും. കുട്ടികളുടെ ചിന്താശേഷി, പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വളർത്താൻ സ്കൂൾ പ്രോജക്റ്റുകൾ വളരെ നല്ലതാണ്. പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സ് ഒന്ന് സജീവമാവുകയും പുതിയ കാര്യങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ലഭിക്കും. പിന്നെ ഒരു ഏകാഗ്രത കിട്ടും. ഈ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള സമയം കണ്ടെത്തുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഇതിലൂടെ കുട്ടികൾക്ക് ഏകാഗ്രത കൂട്ടാൻ കഴിയും. ബുക്കുകൾ വായിക്കുന്നതിനേക്കാളും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠനം ഒരു സന്തോഷകരമായ അനുഭവമായി മാറും. അതും കൂട്ടുകാരുമൊത്ത് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും അതിലൂടെ അവർ പഠിക്കുന്നു. സ്വന്തം പ്രോജക്റ്റ് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഭയവും അപകർഷതാബോധം ഇതൊക്കെ മാറിപ്പോകും. ആ ഒരു അനുഭവം എനിക്കേ മനസ്സിലായി. മോളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളുടെ ഒരു ആത്മവിശ്വാസം, ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ഇതും അതെല്ലാം കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ മോള് ഓരോന്നും ശ്രദ്ധിച്ച് അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷം. അത് എൻ്റെ ഈ വള ചെയ്ത് കഴിഞ്ഞിട്ട് അത് മോള് കയ്യിലൊക്കെ ഇട്ട് കാണിച്ച് തന്നപ്പോൾ മോളുടെ സന്തോഷം അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്കും സന്തോഷം ലഭിക്കുന്നു, അത് കാണുന്ന ഞമ്മക്കും സന്തോഷം ലഭിക്കുന്നു. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്തു കൊടുക്കുന്നതും മക്കൾ മറ്റുള്ളവർ ചെയ്ത് കാണുന്നത്. ഇതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇതൊക്കെ ആസ്വദിക്കാറുണ്ട്. അതും നമ്മളെ കുട്ടികൾ ഉണ്ടാക്കി കാണുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ തന്നെയാണ്, അല്ലേ? അത് നന്നായാലും ശരി, നന്നായില്ലെങ്കിലും ശരി, അതൊരു സന്തോഷം വേറെ തന്നെ.